ഒന്നുമില്ല സാർ. വൃന്ദമോൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാൻ പറ. എടി നിനക്ക് ACP ഒന്ന് സംസാരിക്കണ്ടേ? എനിക്കൊന്നും സംസാരിക്കാനില്ല. അല്ല അവിടെ എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല മുത്തശ്ശ. പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ സാർ? എന്താ മോൾ അകത്തേക്ക് പൊക്കോളൂ. ഇന്ദ്രജിത്തിന് വൃന്ദയുമായിട്ട് എന്തെങ്കിലും സംസാരിക്കണോ? അത് സംസാരിക്കും സാർ. നിങ്ങളൊക്കെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ആവാം. ഞങ്ങൾക്ക് വിരോധവും ഇല്ല. എനിക്കൊന്ന് സംസാരിക്കണമെന്നുണ്ട്. ആയിക്കോട്ടെ ശ്രീദേവി, അതിനുള്ള ഏർപ്പാട് ചെയ്തു കൊടുക്കുക. ശരി, ഞാൻ വൃന്ദമോളോട് പറയാം. ഇപ്പോഴാണ് ആശ്വാസമായത്. ഞാൻ അവിടെ നിന്ന് ഉരുക്കിപ്പോയി. പെണ്ണ് കാണാൻ വന്നപ്പോഴും ACP ആരവിനെ വിടാൻ ഭാവമില്ല. ഈ പെണ്ണ് കാണലിന്റെ ക്ലൈമാക്സ് എന്താവോന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്താവാന്? ACP ഇന്നു മുതൽ ഇവളെ മനസ്സ് ചുവന്ന് നടക്കും. ഇവളുടെ മറുപടി കിട്ടുന്നതോടെ അയാൾ വയലന്റായി നടക്കും. ACPക്ക് വട്ടായി പോയോ? അയ്യോ കഷ്ടം. അതേ, അടുത്ത പ്രശ്നം വരുന്നുണ്ട്. നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നേ? മച്ചിൽ ഒളിച്ചിരിക്കാൻ നിന്നോട് പറഞ്ഞതല്ലേ? ഞാൻ അവിടെ ഒളിച്ചിരുന്നെങ്കിലേ ഈ പ്രശ്നം അറിയില്ലായിരുന്നല്ലോ. എന്ത് പ്രശ്നം? ACPക്ക് വൃന്ദയോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന്. അയാൾ ഉടനെ ഇങ്ങോട്ട് വരും. അയ്യോ വരുന്നു. എവിടെ പോ? മോളെ, നിന്നോട് ഇന്ദ്രജിത്തിന് എന്തോ സംസാരിക്കാനുണ്ട്. അയ്യോ, ആരവിനെ പറ്റി ചോദിക്കാനാണോ? പയ്യനും പെൺകുട്ടിയും തമ്മിൽ സംസാരിക്കട്ടെ. നിങ്ങൾ അപ്പുറത്തേക്ക് പൊയ്ക്കോ. ചെല്ല്. എന്നാ പിന്നെ നിങ്ങൾ സംസാരിക്കേ, ഞങ്ങൾ പോയിട്ട് വരാം. നിങ്ങൾ പോലെ നിങ്ങളോട് നിക്കണേ. എടി, ഞങ്ങൾ ഇവിടെ നിന്നാ ശരിയാവില്ല. വൃന്ദേ, നീ ACP സാറിനെ പേടിക്കൊന്നും വേണ്ട. ഞങ്ങള് കൂടെ ഉണ്ടെന്ന് കരുതി സംസാരിച്ചോ? ബാബാ, നമുക്ക് അങ്ങോട്ട് പോവാം. വൃന്ദയ്ക്ക് പോലീസിനെ ഭയങ്കര ഭയമാണല്ലേ? അത് ഭയം, ചെറിയ ഭയമുണ്ട്. ഈ കുറ്റം ചെയ്യുന്നവരാ പോലീസിനെ ഭയക്കുന്നത്. ഒരു തെറ്റും ചെയ്യാത്ത വൃന്ദ എന്തിനാ പോലീസിനെ പേടിക്കുന്നത്? എനിക്ക് കുട്ടിക്കാലം തൊട്ടേയുള്ള പേടിയാ. അല്ല, എന്താ പറയാനുള്ള? കേക്കാൻ തിടുക്കമായോ? പാവം വൃന്ദ അവിടെ നിന്ന് വിഷമിക്കുകയാണല്ലോ. അവൾക്ക് വേണ്ടി നമുക്കും ACP സാറിനോട് സംസാരിക്കായിരുന്നു. എടി, അതിന് നമ്മളെല്ലാവരും കൂടി കെട്ടാൻ വേണ്ടിയല്ലേ ACP ഇവിടെ വന്നേക്കുന്നത്. അവർ തമ്മിൽ എന്തായിരിക്കും സംസാരിക്കുന്നത്? രണ്ടുപേരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. അയ്യാക്കാ സംസാരിക്കാനുള്ളത്, അവക്കൊന്നും സംസാരിക്കാനില്ല. ഇവിടെ നിൽക്കാതെ ഇങ്ങോട്ടെങ്കിലും പോടാ. നിങ്ങൾ എന്നോട് എപ്പോഴും പോന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് പോകാനാ. നീ അവൾ ടെൻഷൻ ആക്കല്ലേ. നിങ്ങൾ ടെൻഷൻ ആവാതെ എന്നെ ആരും കാണാൻ പോകുന്നില്ല.